തമിഴ്നാട്ടിലെ തിരുവൂർ എന്നൊരു സ്ഥലത്ത് വന്നപ്പോൾ നിങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ താജ്മഹൽ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മൾ താജ്മഹലിന് മുൻവശത്തായിട്ട് ഒരു നദി കാണാൻ കഴിയും കേട്ടോ. ആ സെയിം നദിയുടെ കണക്ക് തന്നെ ഇവിടെ ഒരെണ്ണം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ വെള്ളവും കാണാൻ കഴിയും കേട്ടോ. അന്നേരം അടിപൊളി വെയിലാണ്. ഈ അടിപൊളി വെയിലിൽ ഈ താജ്മഹൽ ഈ വെള്ളത്തിനകത്ത് അതിന് പ്രതിബിംബം വരുന്ന കാണാൻ പറ്റും കേട്ടോ. അന്നേരം ഞങ്ങൾ 9ാമത്തെ ജില്ലയാണ്. ഞങ്ങളിപ്പോൾ യാത്ര തിരിച്ചിട്ട് 10ാമത്തെ ദിവസമല്ലേ. അന്നേരം 9ാമത്തെ ജില്ലയാണ്. ഞങ്ങൾ നിൽക്കുന്നത് തിരുവൂറാണ് കേട്ടോ, അല്ലേ? തിരുവൂർ. ഞങ്ങളിപ്പോൾ നിലവിൽ വന്നിരുന്ന തഞ്ചാവൂരിൽ നിന്ന് തിരുവൂർ എത്തിയിരിക്കുകയാണ്. അന്നേരം താജ്മഹലിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ. എന്നൊരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഇല്ലേ? അതുകൂടെ തൊട്ടടുത്ത് ബെല്ലൈക്കണം ഒട്ടും അമർത്താൻ മറക്കുകയും ചെയ്യരുത്. അന്നേരം താജ്മഹലിൻ്റെ വിശേഷമാണ് കാണാൻ പോകുന്നത്. വേറൊരു കാര്യം, ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ച ഒരു താജ്മഹലുണ്ട്. അത് ഭയങ്കര ലോക അത്ഭുതങ്ങളിലൊന്നാണ്. അത് കണക്കാൻ ഒരു മകൻ ഉമ്മായിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു താജ്മഹലാണ് ഈ കാണാൻ പോകുന്നത്. ഒന്ന് കണ്ടാലോ? ബിനീഷേ, താജ്മഹൽ കാണണ്ടേ? കാണണം. നീ എന്താ ചെയ്യുന്നൂടെ? ഞാൻ ഇത് കഴിക്കാൻ പോവാ. എന്തോ ആരോ റൂട്ടോ? ആരോ റൂട്ടല്ല, ചവനപ്രകാശം. ചവനപ്രകാശം. ഇത് ഏതാ? മറ്റേ നമ്മളെ മറിയാസിന്ന് തന്നെയാണോ? മറിയാസിന്ന് തന്നെ. ഇത് കഴിക്കുന്നുണ്ടോ? നോക്കട്ടെ. കഴിക്കുന്നുണ്ട്. തീരാറായോ? ഇതെല്ലാ ദിവസം കഴിക്കുന്നില്ലേ? ഇത് കഴിച്ചിട്ട് നിനക്ക് മാറ്റം എന്തെങ്കിലും ഉണ്ടോ? വിശക്കും. ആഹാരം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല. കഴി. ഇത് എന്തിനാ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് വരാൻ വേണ്ടിയാ. ആരോ റൂട്ടിന്റെ പൗഡർ എന്തിനാ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയം ഇൻ കേസ് ആഹാരം സ്കിപ്പായാ നമുക്ക് അത് സ്കിപ്പ് ആയതായിട്ട് ഫീൽ ചെയ്യരുത്. അതായത് നമുക്ക് വിശക്കരുത്, അതിനു വേണ്ടിയാ കഴിക്കുന്നത്. ഇത് നമുക്ക് വിശപ്പ് വരാനും. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, രാവിലെ ഞാനിത് കഴിക്കുന്നത്. നമ്മൾ എന്തായാലും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കും. ഇൻ കേസ് കഴിക്കാതെ വന്നാലാണ് നമ്മൾ ആരോ റൂട്ടിന്റെ പൗഡർ യൂസ് ചെയ്യുന്നത്. ഡൈജഷൻ കറക്റ്റ് ആവുന്ന നീ പറഞ്ഞു തരുന്നത് ഇത് കഴിച്ചാ. ഓക്കെ, അന്നേരം അത്ര ആയില്ലേ? തീരാറായി. കഴിയുന്ന രുചി എങ്ങനെയാ? സാധാരണ ചവനപ്രകാശം പോലെ തന്നെ, പക്ഷെ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതൽ അവർ ഇടുന്നുണ്ട്. നല്ല ഇൻഗ്രീഡിയൻസുകൾ ചേരുന്നുണ്ട്. കവർപ്പോ ചെവപ്പോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. കഴിക്കുക. ഇത് മരിയാസിന്റെ പ്രോഡക്റ്റ് ആണ്. ഇത് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ അവരുടെ വെബ്സൈറ്റ് വഴിയും ഡയറക്റ്റ് ത്രൂ ആണ് ഞാനിത് വാങ്ങിക്കാറ്. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇവിടെ നിന്നാലേ ഇതാണ് നമ്മൾ താജ്മഹലിന് മുൻവശമേ. അന്നേരം ഇങ്ങോട്ട് നോക്കേ, അതിൻ്റെ പ്രതിബിംബം കാണുന്നുണ്ട് ഈ വെള്ളത്തിനകത്ത്. ശരിക്കും ഒറിജിനൽ താജ്മഹൽ എങ്ങനെ അതേ കണക്കിനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിൽ പോലും കാഴ്ചയിൽ ആ സെയിം അതേ കണക്കിന് ഇരിക്കും കേട്ടോ. ആ പ്രതിബിംബം കാണുന്നുണ്ട് വെള്ളത്തിൽ. അന്നേരം കൊള്ളാമല്ലേ? ഞാനും കേട്ടുകേഴ്വിയാണ്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ജസ്റ്റ്. പക്ഷേ ഇതണക്ക് ഒരു താജ്മഹൽ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അത് തമിഴ്നാട്ടിലെ താജ്മഹലാണ് കേട്ടോ. അന്നേരം അകത്തോട്ട് പോയാലോ? ഫ്രണ്ടിൽ കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക് ഇതിൽ കൂടെ വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നൊരു കാഴ്ചയൊക്കെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഒരു 11 മണിയാണ്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. കയറാൻ പറ്റൂല്ലേ? നല്ല വെയിലല്ലേ? നല്ല വെയിൽ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന കണക്കുള്ള ആ ഒരു ഇതിനെന്താ പറയുന്നത്, ഈ തൂണ് പോലെ നിൽക്കുന്ന താജ്മഹലിൻ്റെ അറിയില്ലല്ലേ? പക്ഷെ ഇവിടെ ഒരു ആർച്ച് കൂടെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഈ കാരണം ആ ആർച്ച് കൂടെ ഈ താജ്മഹൽ കണ്ടായിരുന്നെങ്കിൽ നിഴല് വന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, സീനുണ്ടല്ലേ, അത് പക്ഷെ അതിവിടെ കിട്ടിയേനെ. പക്ഷെ ആർച്ച് ഫ്രണ്ടിലില്ല. ഒരു ഗോപുരം പോലെ സംഭവം ഉണ്ടല്ലേ, അതൊന്നുമില്ല. അന്നേരം നമുക്ക് അകത്തോട്ട് നോക്കാം. അകത്ത് വീഡിയോ അലോ பண்ணுமா? വീഡിയോ നമ്മൾ താജ്മഹലിന് മുൻവശം കേട്ടോ. ഇതിനകത്താണ് ആളിനെ അടക്കിയിരിക്കുന്നത്. നമുക്കിത് കാണാൻ പറ്റില്ല, ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വരാൻ കേട്ടോ, ഫീസോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നതാണ്. തമിഴ് വായിക്കാൻ അറിയെങ്കിൽ ജസ്റ്റ് ഇത് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇതിൻ്റെ ചരിത്രങ്ങളാണ്, കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പണി നടക്കുന്നില്ല ഇപ്പോഴും, ഇവിടെ പണി നടക്കുക. എനിക്കൊന്ന് പെയിൻറ്റിങ്ങാണ് തോന്നുന്നു നടക്കുന്നത് ഇവിടെ. നമ്മൾ ഒറിജിനൽ താജ്മഹൽ ഫുള്ള് വെണ്ണക്കല്ലിനകത്തല്ലേ തീർത്തിരിക്കുന്നത്. വെണ്ണക്കല്ല്, മാർബിൾ, അതാണ്. ഇത് മാർബിളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം മാർബിളാണ്. എന്ന് വെച്ചാൽ പുറമേ മാർബിൾ മാത്രമല്ല, വേറെ എല്ലാം ഉണ്ട് കേട്ടോ. ഫ്ലോറും ഫുള്ള് മാർബിളാട്ടോ ഇട്ടേക്കുന്നത്. മുകളിലോട്ടുള്ളതൊക്കെ സാധാ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ വാളൊക്കെ ടൈൽ ഈ പറയുന്ന മാർബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇരിക്കാമോ? എൻ്റെ അകത്തെ കാഴ്ചകൾ ഇതൊക്കെയാട്ടോ. ഖബർ ഇതിനകത്ത് കാണാൻ കഴിയും കേട്ടോ. ഖബർ ഇതിനകത്ത് കാണാൻ കഴിയും. ഇതാണ് ഖബർ കേട്ടോ.
ഇതാണ് കവറ്. സാധാരണ പള്ളികളിലാണ് അടക്കാറുള്ളത്. ഇപ്പം നിലവിലൊരു സ്ഥലത്ത് ചേട്ടാ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്നാ, ഒരുപാട് സമയം നിൽക്കാൻ പറ്റത്തില്ലെന്നാ. ആണോ? ഇവിടെ അല്ലൂടെ ആണെങ്കിൽ പ്രശ്നമാവും തോന്നുന്നു കേട്ടോ. അന്നേരം പെട്ടെന്ന് നമുക്ക് എടുത്തിട്ടങ്ങ് പോവാം. ബാക്ക് സൈഡോട്ട് നല്ല കാഴ്ച ഇതൊക്കെയാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഇന്ന്, അതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് എടുത്ത് തീർക്കാൻ. അയ്യോ പശു. ഞാൻ എടുക്കോളാം. ഇഷ്ടപ്പെട്ടോ? മേളിൽ കാണുന്ന ആ ഒരു മകുടം അല്ലെങ്കിൽ ആ കാണുന്ന വലിയ അതിനെന്തോ പറയുന്നത്, മിനാരം. എനിക്കറിയാം. മിനാരം നിനക്കൊന്നും അറിയില്ലല്ലേ? ആ കാണുന്ന മിനാരമാണ്. ആ മിനാരം പൂർണ്ണമായിട്ടും മാർബിളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റൗണ്ട് പോലെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓണർ ഇന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അധികം സമയം നിൽക്കാനോ വീഡിയോ എടുക്കാനോ പറ്റില്ലല്ലേ? കൊള്ളാമല്ലേ? പൂർണ്ണമായും മാർബിൾ ചെയ്തിരിക്കുവാണ്. കുറേ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ അന്ന് ഷാജഹാൻ പണി കണക്ക് ആയില്ലെങ്കിൽ പോലും കുറേയൊക്കെ അതിനോട് ചേരുന്ന സാമ്യമുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കല്ലിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ഉൾപ്പെടെ മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് മാർബിൾ. ഈ സ്ഥലത്തിൻ്റെ നെയിം എന്നാ? ഇത് ഊർക്ക് നെയിം അമ്മയപ്പൻ സ്ഥലം നെയിം. ഓക്കെ, അമ്മയപ്പൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. മുൻവശം ഇതാ കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങുമല്ലേ? ഞങ്ങൾ പോകുന്ന വഴിക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ യാദർച്ഛികമായിട്ടൊന്ന് കണ്ടതാണ്. അങ്ങനെ ഒന്ന് കയറി കാണാം എന്ന് വിചാരിച്ചു. താജ്മഹൽ പലയിടത്തും ഈ പറയുന്ന അങ്ങ് ഡൽഹിയിൽ, ആഗ്രയിലാണ് ഉള്ളത്. അന്നേരം ആ ഒരു താജ്മഹൽ നമുക്ക് കേരളത്തിലല്ല തമിഴ്നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല. അങ്ങനെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളൊരു താജ്മഹൽ കണ്ടു. ആ താജ്മഹലാണ് ഈ കാണുന്നത് കേട്ടോ. കൊള്ളാം, വളരെ മനോഹരമാണ്. പക്ഷേ ഈ വെയിൽ നല്ല വെട്ടി തിളങ്ങി നിൽക്കുന്നുണ്ടോ? കൊള്ളാല്ലേ? എന്നാലൊരു മകൻ അമ്മയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു കവറിടം നിർമ്മിക്കുക എന്ന് വിചാരിച്ചാൽ നമ്മൾ വേറെ ഞാൻ കേട്ടിട്ടില്ല. കാണുമായിരിക്കും അല്ലേ? സാമ്പത്തികമുണ്ടെങ്കിൽ നമുക്ക് ആർക്കും എന്തുകൊണ്ടും ചെയ്തൂടെ? അതാണ്. നിനക്കൊള്ളാം. നിറവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കിന്, ഷെയറിന്, ഫോളോന് ഒട്ടും മറക്കുകയും ചെയ്യരുത്. ഓക്കെ, നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൂരോട്ടും മാറും തോറും ആ ഒരു ഭംഗി കൂടും കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികളാണ്. നേരത്തെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അവർ പോയതാണ്. കാരണം നല്ല വെയിലായപ്പോഴത്തേക്ക് ഇവിടുന്ന് വിട്ടുമാറിയതാണേ. കണ്ടത് അവിടെ രണ്ടുപേരും വന്ന് നിൽക്കുന്നു കണ്ടോ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇവിടെ സെക്യൂരിറ്റീസ് എല്ലാം ഹിന്ദുസാണ് കേട്ടോ. കാരണം പല ആൾക്കാരെല്ലാം നെറ്റിയിൽ ചന്ദനക്കുറി കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഇവിടെ മതത്തിൻ്റെ ഒരു പേരും പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ.